എൻ്റെ പ്രണയിനിയെ അവളുടെ കുടുംബം ഫാമിലി മറ്റൊരു വിവാഹത്തിന് വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങളിലൂടെ അവളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സർക്കാർ ജോലി കിട്ടി ഞാൻ കാസർഗോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് കത്തെഴുതുമായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് കത്ത് വരും. അവിടെ ഞാൻ ആഴ്ചയ്ക്ക് ഒരു ദിവസം 2 ദിവസം ഒരു കത്ത് തിരിച്ചിടും. പക്ഷേ എനിക്ക് എല്ലാ ദിവസവും കത്ത് വരും. അപ്പോൾ അപ്പോൾ കത്തിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ വീട്ടിൽ കൊണ്ട് നിർത്തി, ബന്ധു വീട്ടിൽ കൊണ്ട് നിർത്തി അവിടെ ബ്രെയിൻ വാഷിംഗ് ഒക്കെ നടക്കുന്ന സമയം പെട്ടെന്ന് കത്തുകൾ വരക്കം നിന്നുപോയി. അന്ന് ഈ ടെലിഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവാണ്, 90-ലാണ്. അപ്പോൾ എനിക്ക് ഒരു അനക്കവുമില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനേ കഴിയുന്നില്ല. അപ്പോൾ ഒരു ദിവസം വന്നില്ല, 2 ദിവസം വന്നില്ല, 3 ദിവസം വന്നില്ല, കത്ത് വരുന്നില്ല, 4 ദിവസം വന്നില്ല. അപ്പോൾ വല്ലാത്ത വേദനയായി. അപ്പോൾ ആ കാലത്ത് അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് ഒരു കവിത ഉണ്ടായിട്ടുണ്ട്. അത് ആ കവിതയുടെ പേര് കാത്തിരിപ്പെന്നാണ്. ആസുരതാളം തിമിർക്കുന്നു ഹൃദയത്തിൽ, ആരോ നിശബ്ദമൊരു നോവായി നിറയുന്നു.